ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് പാരിറ്റി തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് പാരിറ്റി തിയറി. നമുക്ക് ആദ്യം ഈ തിയറി എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാം. ദ കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് പാരിറ്റി തിയറി, അതായത് CIAP തിയറി എന്ന് പറയും. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്, സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്സ്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ തിയറി പറയുന്നത്. ഇവിടെയുള്ള ഇൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്, ഇതാണ് ബാങ്ക്. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ്, ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പാണ് ഈ തിയറി പറയുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദർ ഈസ് നോ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഇൻ കറൻസി മാർക്കറ്റ്സ്. അതായത് കറൻസി മാർക്കറ്റിൽ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി, അതായത് ഇടനില വ്യാപാരത്തിനാണ് ഈ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കറൻസി മാർക്കറ്റിൽ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് ഇത് ഉറപ്പുവരുത്തുന്നു. എപ്പോഴാണ്? വെൻ ഇൻവെസ്റ്റേഴ്സ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റിന് എതിരായിട്ട് അവരെന്ത് ഹെഡ്ജ് ചെയ്യും, അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് റേറ്റ് തടയിടും. ഓക്കെ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഹെഡ്ജ് ചെയ്യുന്നത് റിസ്ക് യൂസിങ് ഫോർവേഡ് കോൺട്രാക്ട്സ്. ഫോർവേഡ് കോൺട്രാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ എക്സ്ചേഞ്ച് റേറ്റിനെ ഹെഡ്ജ് ചെയ്തുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ തിയറി പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് ഈ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ കോൺസെപ്റ്റ്സ് നോക്കാം. അതിൽ ഒന്നാമത്തത് ആർബിട്രേജ് ആണ്. ഞാൻ ആർബിട്രേജ് നേരത്തെ പറഞ്ഞില്ല, ഇടനില വ്യാപാരം. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇൻവെസ്റ്റേഴ്സ് സീക്ക് ടു പ്രോഫിറ്റ് ഫ്രം ഡിഫറൻസസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതായത് ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഈ ഇൻട്രസ്റ്റ് റേറ്റ്സിലുള്ള ആ ഡിഫറൻസിൽ നിന്നാണ് ഇവർ ലാഭം ഉണ്ടാക്കുന്നത്. ബിറ്റ്വീൻ ടു കൺട്രീസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിലെ ഡിഫറൻസ് ഉപയോഗിച്ചാണ് ഇവർ ലാഭം ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? ബൈ കൺവേർട്ടിംഗ് വൺ കറൻസി ഇൻ ടു അനദർ. അതായത് ഒരു കറൻസി മറ്റ് കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് ഇവർ എന്തെങ്കിലും ലാഭം എടുക്കും. അതാണ് ഈ ആർബിട്രേജ് എന്ന് പറയുന്നത്, ആ ഇടനില വ്യാപാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഹയർ ഈൽഡിംഗ് കറൻസി. അവരെന്ത് ചെയ്യും? ഒരു രാജ്യത്ത് നിന്ന് എടുത്ത് ഹയർ ഈൽഡിംഗ് ഉള്ള ഏത് രാജ്യത്ത് നിക്ഷേപിച്ചാലാണ് ഹയർ ഈൽഡ് കിട്ടുന്നത്, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്, അവിടേക്ക് നിക്ഷേപിക്കും. ആൻഡ് ലോക്കിംഗ് ഇൻ ദ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റിൽ ലോക്ക് ചെയ്യും. ഓക്കെ, വിത്ത് എ ഫോർവേഡ് കോൺട്രാക്ട്. ഫോർവേഡ് കോൺട്രാക്ട് ഉപയോഗിച്ച് ഒരു ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ലോക്ക് ചെയ്തിട്ട് ആ ഡിഫറൻസ് ആണ് ഇവർ ലാഭമായിട്ട് എടുക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് പാരിറ്റി. അതായത് ഈ പാരിറ്റിക്ക് സമത്വം, തുല്യത എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചാണ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നത്. അപ്പം CIAP നമ്മൾ പറഞ്ഞ കാര്യം സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ടു കൺട്രീസ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഡിഫറൻസ് ഷുഡ് ഈക്വൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ദ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റിന്റെയും ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെയും ഡിഫറൻസിന് തുല്യമായിരിക്കണം. ഓക്കെ, അതാണ് ഈ പാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് ദിസ് പാരിറ്റി ഹോൾഡ്സ്, അപ്പൊ ഈ തുല്യത അതേപോലെ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഡിഫറൻസ് ഒരുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നോ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഇല്ല. കാര്യം ഈ രണ്ട് രാജ്യങ്ങളിലെ എക്സ്ചേഞ്ച് റേറ്റിലെ ഡിഫറൻസ് വെച്ചാണല്ലോ ഇവർ ലാഭം ഉണ്ടാക്കുന്നത്. ഇത് ഈ പാരിറ്റി എന്ന കാര്യം, അവിടെ തുല്യത, സമത്വം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ലാഭം ഇവർക്ക് കിട്ടുന്നില്ല. ഈ തിയറി പ്രകാരം ഒരു ഫോർമുല ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇതിന്റെ ഫോർമുല ഇതാണ്: F is equal to S into 1 plus ID divided by 1 plus IF ആണ്. ഇതാണ് ഇതിന്റെ ഫോർമുല. അതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. ഇതിൽ F എന്ന് പറയുന്നത് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിനാണ്. നേരത്തെ പറഞ്ഞ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിനാണ് ഈ F കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കറൻസി പെർ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. ഓക്കെ, ഡൊമസ്റ്റിക് കറൻസി പെർ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി, ആ ഒരു പാരിറ്റി. ഓക്കെ, അതാണ് ഈ F കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ് എന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇവിടെ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോട്ടിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഡൊമസ്റ്റിക് കറൻസി പെർ യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി, ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഈ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ID എന്നത് സൂചിപ്പിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഓക്കെ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള രാജ്യത്തിന്റെ നമുക്ക് ഇവിടെ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ IF ആണെന്നുണ്ടെങ്കിൽ ഫോറിൻ, അതായത് ഏത് രാജ്യമായിട്ടാണോ ആ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ IF കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഫോർമുല കാണിക്കുന്നത്, നേരത്തെ പറഞ്ഞ ഫോർമുല കാണിക്കുന്നത് ഈ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എലിമിനേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്. അതായത് ഈ ഫോർവേഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആർബിട്രേജിനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഇടനില വ്യാപാരത്തിനുള്ള ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് ഇത് കാണിക്കുന്നത്. അതായത് ദിസ് ഫോർമുല ഷോസ് ഹൗ ദ ഫോർവേഡ് റേറ്റ് അഡ്ജസ്റ്റ്, ഈ ഫോർവേഡ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ടു എലിമിനേറ്റ് എനി ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ്. അത് എക്സാമ്പിൾ നോക്കാം. സപ്പോസ് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് എസ് എന്ന് പറയുന്നത് 1 USD ഈസ് ഈക്വൽ ടു 0.9 യൂറോ ആണ് ഇവിടുത്തെ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എസ്. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ. F എന്ന് പറയുന്നത് 1 USD ഈസ് ഈക്വൽ ടു 0.92 യൂറോ ആണ് ഇവിടുത്തെ ഫോർവേഡ് വെച്ചാൽ 1 ഇയർ ഫോർവേഡ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് US ഇൻട്രസ്റ്റ് റേറ്റ്, യുടെ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ID ആണല്ലോ ഞാൻ പറയാം, ഡൊമസ്റ്റിക്, അതായത് 3% ആണ്. യൂറോ സോൺ ഇൻട്രസ്റ്റ് റേറ്റ്, അവിടേക്കാണ്, അതാണ് ഫോറിൻ കൺട്രി എന്ന് പറയുന്നത് IF. അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 2% ആണ്.
ഇനി നമുക്ക് ഫോർമുലയിൽ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. യൂസിങ് ദ ഫോർമുല കാൽക്കുലേറ്റ് വെദർ പാരിറ്റി ഹോൾഡ്സ്. നമുക്ക് ഇവിടെ പാരിറ്റി ഉണ്ടോ ഇല്ലയോ നോക്കാം, സമത്വം ഉണ്ടോ ഇല്ലയോ നോക്കാം. അത് ഫോർമുല എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 1 പ്ലസ് ഐ ഡി ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ എഫ് എന്നുള്ള ഫോർമുല. അപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എഫ് ഈസ് ഈക്വൽ ടു എസിന്റെ സ്ഥാനത്ത് 0.9 എന്ന് എഴുതും, ഇൻറ്റു 1.03 എന്ന ആ കാൽക്കുലേഷൻ കിട്ടും. മറ്റേ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത 3% 2% എടുക്കുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ 1.02 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ. ഇത് കാൽക്കുലേറ്റ് വരുമ്പോഴത്തേക്ക് 0.91 ആണ് കിട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇഫ് ദ ഫോർവേഡ് റേറ്റ് ഡീവിയേറ്റ്സ് ഫ്രം 0.1, അതായത് ഫോർവേഡ് റേറ്റ് 0.91 നിന്ന് ഡീവിയേറ്റ് ചെയ്താൽ, അതായത് 0.92ലേക്ക് പോയി കഴിഞ്ഞാൽ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ്, അവിടെ ഇടനില വ്യാപാരത്തിനുള്ള ഡിഫറൻസ് അവിടെ ഉണ്ട് എന്ന് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ എക്സ്പ്ലോയിറ്റ് ദിസ് ബൈ ബോറോയിങ് ഇൻ വൺ കറൻസി ഇൻവെസ്റ്റിംഗ് ഇൻ അനദർ. അപ്പം ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം? ഒരു കൺട്രിയിൽ നിന്ന് ബോറോ ചെയ്ത് മറ്റേ കൺട്രിയിൽ മറ്റേ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ലാഭം ഉണ്ടാക്കാം. ആൻഡ് യൂസിങ് ഫോർവേഡ് കോൺട്രാക്ട്സ് ടു ഹെഡ്ജ് ദ കറൻസി റിസ്ക്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് കോൺട്രാക്ട്സ് ഉപയോഗിക്കാം. ഇതിനാണ് ടു ഹെഡ്ജ് ദ കറൻസി റിസ്ക്. കറൻസി റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇവർ ഇങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിക്കും, ഫോർവേഡ് കോൺട്രാക്ട്സ്. അപ്പോൾ കറൻസി റേറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ വീണ്ടും താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തും. ഇനി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റു കാര്യങ്ങളിൽ ഉള്ള ഇംപ്ലിക്കേഷൻസ് നോക്കാം. ഒന്നാമത്തത് CIAP എൻഷുവേഴ്സ് എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അതായത് ഇവ രണ്ടും എക്സ്ചേഞ്ച് റേറ്റും ഇൻട്രസ്റ്റ് റേറ്റ്സും ആർ അലൈൻഡ് ഇൻ എഫിഷ്യന്റ് മാർക്കറ്റ്സ്. അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള മാർക്കറ്റ്സിൽ അലൈൻഡ് ആണോ എന്ന് ഈ CIAP എൻഷുർ ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അടുത്തത് ഡീവിയേഷൻസ് ക്യാൻ ഒക്കർ ടെമ്പററിലി. അതായത് ഈ ഡീവിയേഷൻ, നേരത്തെ പറഞ്ഞ ആ ഡീവിയേഷൻസ് എന്താണ്? ടെമ്പററിലി, താൽക്കാലികമായിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഡ്യൂ ടു മാർക്കറ്റ് ഫ്രിക്ഷൻസ്. മാർക്കറ്റിൽ ഫ്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ടെമ്പററി ആയിട്ടായിരിക്കും ഇതൊരു ഡീവിയേഷൻ വരുന്നത്. ഓർ ക്യാപിറ്റൽ കൺട്രോൾസ്, മാർക്കറ്റ് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടോ ക്യാപിറ്റൽ കൺട്രോൾ ഉള്ളത് കൊണ്ടുമാണ് സംഭവിക്കുന്നത്. ബട്ട് ആർ കറക്റ്റഡ് ആസ് ട്രേഡേഴ്സ് എക്സ്പ്ലോയിറ്റ് ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇത് കറക്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ട്രേഡേഴ്സ് ഈ ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് അവർ ചിലർ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.